ഫാദർ ജോഷി മയ്യാറ്റിൽ, ഈ സെന്റ് റീത്ത സ്കൂളിലെ ആ ഹിജാബ് വിവാദം, ആ ഒരു വിഷയത്തിൽ ഒരു പ്രവാചക ധീരതയോടെ സ്കൂൾ മാനേജ്മെന്റിനൊപ്പം നിന്ന്, സത്യത്തിനോടൊപ്പം നിന്ന് ശബ്ദമുയർത്തിയ വൈദികനാണ് അങ്ങേ ആദ്യമേ തന്നെ അതിനായി അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, ഈ ഒരു വിഷയം കെട്ടടങ്ങി എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും മറ്റൊരു നുണയുമായി ഈ കൂട്ടർ രംഗത്ത് വന്നത്. പ്രത്യേകിച്ച് ആ കുട്ടി സ്കൂൾ മാറുന്നു, മറ്റൊരു സ്കൂളിലേക്ക് ചേർക്കാൻ പോകുന്നു, ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പോലും വീണ്ടും ഇങ്ങനെ നുണ പടച്ചുവിടുന്നു. യഥാർത്ഥത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തരത്തിൽ നുണ പടച്ചുവിടുന്നതിലൂടെ ഇവർ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ഇവരുടെ അജണ്ടകൾ എന്തൊക്കെ? ഫാദർ ജോഷി മയ്യാറ്റിൽ. ജോർജ്, ഇവിടെ പള്ളുരുത്തിയിലേത് പക്ഷേ ചിന്താശേഷിയുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലായ നുണകളാണെന്നതാണ്. അതാണ് എനിക്ക് ആദ്യമേ പറയാൻ. ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യർക്ക് ഇവര് പറയുന്നതെല്ലാം നുണയാണെന്ന് വളരെ 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 വ്യക്തമായിരുന്നു. ഇവിടെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളില് ഇവര് പടച്ചുവിട്ട നുണകൾ പലതാണ്. ഒന്ന്, വളരെ വ്യക്തമായും ഈ ഹെഡ് മിസ്ട്രസ്, അത് ഒക്ടോബർ 17-ാം തീയതി ഈ കുട്ടിയുടെ ബാപ്പയായ അനസ് മാധ്യമങ്ങളോട് പറഞ്ഞ പച്ചക്കള്ളമാണ്. ഹെഡ് മിസ്ട്രസ് കുട്ടി ഹിജാബിട്ട് വരുമ്പോൾ മറ്റു കുട്ടികൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ആ കള്ളം. എപ്പോഴെങ്കിലും അവിടുത്തെ ആ പ്രിൻസിപ്പല് കുട്ടികൾ ഭയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴായിരുന്നു, ഏത് കാര്യമായിട്ട് കണക്ട് ചെയ്ത? അത് ആ സിസ്റ്റർ എലീനയുടെ മാധ്യമങ്ങളോടുള്ള സംസാരം കേട്ടാൽ മനസ്സിലാകും. അതായത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് SDPI ഭീകര ശക്തികൾ ആ സ്കൂളിലേക്ക് ഇടിച്ചു കയറി വന്ന് മൊബൈല്, അവിടെ ഒരു ഒരു ബ്ലോഗറെയൊക്കെ കൊണ്ടുവന്ന് ബഹളം കാണിച്ച അന്ന്, അത് കുട്ടികളെല്ലാവരും ക്ലാസ് നടക്കേണ്ട സമയമാണ്. കുട്ടികളെല്ലാവരും ഭയപ്പെട്ടു. അവിടെ ജനലും വാതിലൊക്കെ അടക്കേണ്ടി വന്നു. അതിനു മുൻപ് തന്നെ ഈ ബാപ്പ വന്ന ഒരു ദിവസം അദ്ദേഹം ഉണ്ടാക്കിയ ബഹളം, അതെല്ലാം കുട്ടികളെ ഭയപ്പെടുത്തുന്നതായിരുന്നു. അപ്പോ സത്യത്തിൽ ഭീകര പ്രവർത്തനമാണ് അവിടെ കുട്ടികളെ ഭയപ്പെടുത്തിയത്, ഹിജാബല്ല. ഭീകര പ്രവർത്തനം, അതായത് ഭീഷണി ഉയർത്തല്, ഭയമുളവാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങള്, അതെല്ലാമാണ് അവരെ ഭയപ്പെടുത്തിയത്. അക്കാര്യം റവറൻഡ് സിസ്റ്റർ ഹെലീന വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ അതിനെയാണ് തക്കിയ പ്രയോഗത്തിലൂടെ ഈ നുണയുടെ ആളെന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ഒരു മഹാനുണയനാണെന്ന് പറയേണ്ടി വരും. വളരെ വ്യക്തമാണ്, മഹാനുണയൻ. അതില് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, ഈ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഹിജാബ് കണ്ടാൽ കുട്ടികൾ ഭയപ്പെടുന്നു. അതായിരുന്നു ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, പുറത്തു നിർത്തി, വെയിലത്ത് നിർത്തി പുറത്തു നിർത്തി, വെയിലത്ത് നിർത്തി ആ കുട്ടിയെ ഒക്ടോബർ 7-ാം തീയതി അവർ തിരഞ്ഞെടുത്ത ആ അവരുടെ ഓപ്പറേഷൻ പള്ളുരുത്തിയുടെ ദിവസം, ഓപ്പറേഷൻ പള്ളുരുത്തി ചാടി വീണത്, അത് അന്ന് കുട്ടിയെ ഒരിക്കൽ മാത്രം ചാടി വീഴ്ത്തിയതാ. അതും ഒരു ഭീകരപ്രവർത്തനം തന്നെയായിരുന്നു. കാരണം 4 മാസം അവര് ആ സ്കൂളിൽ കുട്ടിയെ യൂണിഫോം അനുസരിച്ച് വിട്ടിട്ട് അന്നാണ് കുട്ടിയെ ഈ ഹിജാബും ധരിപ്പിച്ചു വിടുന്നത്. പക്ഷെ അന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു. പക്ഷെ കുട്ടിയെ ഫുൾ ടൈം, അന്ന് ആർട്സ് ഡേ ആയിരുന്നു, പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ അനുവദിച്ചു. സെക്കൻഡ് ഡേ ആർട്സ് ഡേ ആയിരുന്നു. കുട്ടി വീണ്ടും അതേ വേഷത്തിൽ വരുന്നു. മാതാപിതാക്കൾ വിളിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? കുട്ടിയുമായി തിരികെ പോകുന്നു. ഒരിക്കലും കുട്ടിയെ പുറത്തു നിർത്തിയിട്ടില്ല. മാത്രമല്ല, ഈ CCTV ദൃശ്യങ്ങളിലും അതിന് സാധൂകരിക്കുന്ന തെളിവൊന്നുമില്ല അല്ലെ? പുറത്തു നിർത്തി എന്നുള്ളതിന്റെ തെളിവൊന്നും CCTVയിലും ഇല്ല. ഒരിക്കലും ഇല്ല. നമ്മുടെ വാദത്തിനുള്ള എല്ലാ തെളിവുകളും അവിടെ ഉണ്ടല്ലോ. അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തല്ലോ. ഇതൊക്കെ കൊണ്ടാണല്ലോ കോടതിക്ക് ബോധ്യപ്പെട്ട ഈ കാര്യങ്ങള്. ഇവര് പറയുന്നതിലൊന്നും ഒരു കഥയില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ നോട്ടീസ് അത് അടിസ്ഥാനരഹിതമാണ്, അതും തക്കിയയാണ്. അത് ഓർക്കണം. വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ നോട്ടീസ് ഒരു തക്കിയയായിരുന്നു. അത് തയ്യാറാക്കിയത് മട്ടാഞ്ചേരി AEOയിൽ നിന്നുള്ള ഒരു 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 ആളാണെന്നാണ്. ശരിക്കും അന്വേഷിക്കേണ്ടതാണ്. വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. പക്ഷെ എഴുതി കൊടുത്തതും തക്കിയ തന്നെ. ഇനി ഇത് വച്ചിട്ട്
ആം, മന്ത്രി പറഞ്ഞതും ഇത് തന്നെ അല്ലേ? ആലോചിച്ച് നോക്കൂ. അതെ ആ, അതെ സത്യം പറഞ്ഞാൽ പിന്നീട് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ ആ വ്യക്തി ഡോക്ടർ അരുൺകുമാർ, അത് അദ്ദേഹം ആദ്യം അദ്ദേഹം സ്കൂളിന് ന്യായമുണ്ട് എന്ന് കണ്ട് കൃത്യമായി സ്കൂളിനെ കുറിച്ച് കൃത്യമായി അവലോകനം നടത്തി. പക്ഷെ അതിനുശേഷമാണ് അദ്ദേഹം കളം മാറ്റി ചവിട്ടിയതും പിന്നീട് മുഴുവൻ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ ഒരു പച്ചക്കള്ളം തുടർച്ചയായി തുടർച്ചയായി തുടർച്ചയായി. അപ്പോഴ് ഇതിന്റെ എല്ലാം ഫലം അവരനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ജോർജ്. ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമുക്ക് ഈ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്ത രീതിയും അവിടെയും നമുക്കൊരു തക്കിയ ദർശിക്കാൻ സാധിക്കില്ല. അതായത് ഏറ്റവും ആദ്യം ഈ സ്കൂളിൻ്റെ ആ ഒരു ഹർജി, റിട്ട് പെറ്റീഷൻ കോടതി ഫയലിൽ സ്വീകരിക്കുന്നു. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ആ സ്വീകരിച്ച ദിനത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു പരാമർശം അത് സ്കൂളിന് തിരിച്ചടിയാണ്. സ്കൂളിനെ കോടതി ചെവിക്ക് പിടിച്ചു, അല്ലെങ്കിൽ ഹിജാബ് ധരിച്ച് കുട്ടിക്ക് സ്കൂളിൽ പ്രവേശിക്കാമെന്ന രീതിയിൽ കോടതി പരാമർശമുണ്ടായി എന്ന രീതിയിൽ വീണ്ടും ഒരു തക്കിയ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ വലിയൊരു അജണ്ട നമുക്ക് സംശയിക്കാൻ സാധിക്കില്ലേ, കോടതി നടപടികൾ പോലും ഇത്തരത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ? ജോർജ്, ഇന്നത്തെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പച്ചക്കള്ളത്തിന്റെ പ്രചാരകരായി മാറിയിരിക്കുകയാണ്. തക്കിയയുടെ പ്രചാരകരായി മാറിയിരിക്കുകയാണ്. ഒരു സംശയം വേണ്ടത്. അതിന് ഏറ്റവും നല്ല തെളിവാണ്, നമുക്ക് എണ്ണം ഇട്ട് പറയാൻ കഴിയും. ഏറ്റവും നല്ല തെളിവാണ് ഈ പള്ളുരുത്തി ഓപ്പറേഷൻ. SDPIയുടെ നേതൃത്വത്തിൽ നടത്തിയ പള്ളുരുത്തി ഓപ്പറേഷനിൽ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെയാണ് തക്കിയ പ്രചാരണം നടന്നത്. പിന്നീട് നടന്നത് മുഖ്യധാര മാധ്യമങ്ങളിലൂടെയാണ്. പിന്നീട് നടന്നത് രാഷ്ട്രീയക്കാരിലൂടെയാണ്. എന്തിന്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോലും ഒരു തക്കിയയും കൊണ്ട് സ്വന്തം പോസ്റ്റില്, സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കൊണ്ടുപോയത് ഓർക്കുന്നുണ്ടല്ലോ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ പച്ചക്കള്ളം ഇവരൊക്കെ അനുഭവിക്കാൻ പോവുകയാണ്. പച്ചക്കള്ളം ഇവിടെ വാരി വിതറിയ എല്ലാവരും അനുഭവിക്കാൻ പോവുകയാണ്. ഒന്നുമില്ലേ, തമ്പുരാൻ കർത്താവ് ഉണ്ടല്ലോ ജോർജി. തമ്പുരാൻ കർത്താവ് ഉണ്ടല്ലോ. അതുകൊണ്ട് തക്കിയ പ്രചാരകരെ തീർച്ചയായിട്ടും സത്യം വേട്ടയാടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, അതായത് സിസ്റ്റർ ഹെലേനയുടെ ആ ഒരു മുഖം അത് പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നു എന്നതിൻ്റെ മറ്റൊരു വലിയൊരു ഉദാഹരണം തന്നെയാണ് സിസ്റ്ററിന് റോട്ടറി ഇന്റർനാഷണൽ ക്ലബ്ബ് പ്രിൻസിപ്പൽ ഓഫ് ദി ഇയർ അവാർഡ് കൊടുത്തപ്പോൾ അതിനെപ്പോലും ട്രോളുന്ന രീതിയിൽ, അതിനെപ്പോലും അസഹിഷ്ണുതയോടെ നോക്കിക്കാണുന്ന രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ പല പോസ്റ്റുകളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി, എനിക്ക് കോൺഗ്രസിൻ്റെ തന്നെ നേതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ വളരെ അസഹിഷ്ണുതയോടെ ഈ ഒരു അവാർഡിനെ നോക്കിക്കാണുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം, ഒരു സമീപനം. അപ്പോൾ ഈ സിസ്റ്റർ ഹെലേനയുടെ ആ ഒരു ഫോട്ടോയാണോ, അല്ലെങ്കിൽ സിസ്റ്റർ ഹെലേന എന്ന് പറയുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ സിസ്റ്റർ ഹെലേന മുന്നോട്ട് വെച്ച ആ ആർജവത്തോടെയുള്ള അല്ലെങ്കിൽ ആ നട്ടലോടുകൂടിയുള്ള ആ ഒരു നിലപാടാണ് ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നത്? ഫാദർ ജോഷി മൈൻഡിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. റോട്ടറി ഇന്റർനാഷണൽ ക്ലബ്ബ് പോലുള്ള ഒരു പ്രസ്ഥാനം ഈ വിഷയങ്ങൾ കൃത്യമായി, ഇത് പൊതുസമൂഹത്തിന്റെ ലക്ഷണമാണ്. ഈ റോട്ടറി ഇന്റർനാഷണൽ ക്ലബിന്റെ ഈ ഒരു അവാർഡ് പ്രഖ്യാപനം സത്യത്തിൽ പൊതുസമൂഹത്തിന്റെ ഈ മനസ്സാണ് കാണിക്കുന്നത്. അതായത് തക്കിയകൾ കൊണ്ടൊന്നും ഈ പൊതുസമൂഹത്തിന്റെ കണ്ണു മറയ്ക്കാനാവില്ല, എല്ലാവരും എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവല്ലേ റോട്ടറി ഇന്റർനാഷണൽ ക്ലബിന്റെ തീരുമാനം. അവര് ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണെന്നാണ്. ഞാൻ അതിന്റെ ഭാരവാഹികളെ വിളിച്ചിരുന്നു. ഇനി അവര് പറഞ്ഞത് ബോൾഡ് ഡിസിഷൻ എന്നാണ്. ബോൾഡ് ഡിസിഷൻ, അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ടു അക്കഡമിക് ഡിസിപ്ലിൻ, ഈ പദങ്ങളൊക്കെയാണ് അവർ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോ അത്രയ്ക്ക് ഗൗരവമായിട്ട് പൊതുസമൂഹം ഇതിനെ കണ്ടു. തീർച്ചയായിട്ടും സിസ്റ്റർ ഹെലീനയുടെ പ്രസ്താവനകൾ എല്ലാവരും അത് കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത്. കാരണം ഒരു വാക്ക് പോലും മീഡിയയോടൊന്നും സംസാരിച്ച് ശീലമില്ലാത്ത ഒരു സിസ്റ്ററാണെന്ന് ഓർക്കണം. മീഡിയയോടൊന്നും സംസാരിച്ച് ശീലമില്ലാത്ത സിസ്റ്ററാണ്. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ ആ നാവിൽ നിന്നും വന്ന ഒരു വാക്ക് പോലും പാഴായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ആ മുഖത്തുണ്ടായിരുന്ന ചിരി, അത്രയ്ക്ക് ടെൻഷനുള്ള സമയത്തും അതുപോലെ ബോൾഡായിട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ആ സിസ്റ്റർ പ്രിൻസിപ്പലില്
വളരെ വ്യക്തമായിട്ട് കണ്ടു എന്നുള്ളതാണ്. അത് പൊതുസമൂഹത്തിന് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇരുട്ടിന്റെ ആത്മാക്കൾ അവരുടെ ഇരുട്ട് അത് അല്പനേരത്തേക്ക് ചുറ്റുപാടുകളെ അന്ധകാരമാക്കുകയുള്ളൂ. അപ്പോ ഏതായാലും വരികയാണ് ആ വെളിച്ചത്തിലേക്ക് ഇവരൊക്കെ സുബോധത്തിലേക്ക് വരും. ഇവരെല്ലാവരും സുബോധത്തിലേക്ക് വരും തീർച്ചയായും. ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മള് എല്ലാവരെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ മക്കളാണ് എല്ലാവരും. എല്ലാവരിലേക്കും സത്യത്തിന്റെ ആത്മാവ് ഇറങ്ങി വരണം. അത് അനസിലേക്കായാലും, അത് ഈ പറഞ്ഞ മീഡിയയിലേക്കായാലും, സോഷ്യൽ മീഡിയയിലേക്കായാലും, അതുപോലെ തന്നെ ഈ പറഞ്ഞ മുഖ്യധാര മാധ്യമങ്ങളിലേക്കായാലും, ഈ രാഷ്ട്രീയക്കാരിലേക്കായാലും, പ്രത്യേകിച്ച് രാജു പി നായർ പോലെയുള്ള തൃപ്പൂണിത്തുറയിലെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി അദ്ദേഹം ഇപ്പോൾ എഴയുകയാണ്. നോക്കണം, ഈ തക്കിയകൾക്ക് തങ്ങളെ തന്നെ ആരൊക്കെ സമർപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാവരും വലിയ കഷ്ടത്തിലേക്ക് പോകും. കാരണം നുണയ്ക്ക് അധിക നാള് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എഴയുകയാണ്, അദ്ദേഹം വലിഞ്ഞെഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, വളരെ വ്യക്തം. അച്ഛാ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അത് ഏത് ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കോട്ടെ, ഒരു അധിനിവേശമാണ്, ഒരു അതിക്രമമാണ്. ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ ഈ അടുത്ത നാളുകളിലായിട്ട് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവർ ഇരകളാക്കപ്പെടുന്ന പല സംഭവങ്ങളുടെയും സാഹചര്യത്തിൽ, അത്തരം സംഭവങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങൾ സമൂഹത്തിൽ വലിയ രീതിയിൽ ഇങ്ങനെ കൂടി വരുമ്പോൾ ക്രൈസ്തവർ പുലർത്തേണ്ട ഒരു ജാഗ്രത എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളെ എങ്ങനെ ക്രൈസ്തവർക്ക് വിവേകത്തോടു കൂടി അത് തിരിച്ചറിയാൻ കഴിയണം? ഫാദർ ജോഷി മയ്യാറ്റിൽ. ഇത് ഞാൻ പറയുന്നത് ക്രൈസ്തവരെ കുറിച്ചല്ല കേട്ടോ, ഞാൻ പറയുന്നത് പൊതുസമൂഹത്തെ കുറിച്ച്. ഞാൻ ഇതുവരെ സംസാരിച്ച മുഴുവൻ പൊതുസമൂഹത്തെ കുറിച്ചാണ്. ഇനിയും ഞാൻ അങ്ങനെ പറയുള്ളൂ. പൊതുസമൂഹം കണ്ണും കാതും തുറന്നിരിക്കണം. അല്പം നമ്മുടെ ചിന്താശേഷിയെ കൂടി ഉണർത്തണം. ഒരാൾ പറയുന്ന കാര്യം അതിലെന്തുമാത്രം സത്യമുണ്ട്, അതിലെന്തൊക്കെയാണ് സാഹചര്യങ്ങൾ, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്. ഒന്ന് പൊതുസമൂഹം മുഖ്യധാര മീഡിയകളെ ആയാലും സോഷ്യൽ മീഡിയകളെ ആയാലും, പ്രത്യേകിച്ച് ഭീകര ശക്തികളുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് വരുന്ന വ്യക്തികളെ ആയാലും, അത് രാഷ്ട്രീയക്കാരുൾപ്പെടെ, ഇപ്പൊ ഉദാഹരണത്തിന് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളായ രാജു പി നായർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ, അവരുടെ ഇടപെടലുകൾ, സംസാരങ്ങൾ അത് വളരെ കൃത്യമായി നമ്മൾ അതിനെ ഒന്ന് വിശകലനം ചെയ്യണം. ഒന്ന്. രണ്ട്, പൊതുസമൂഹം അല്പം കൂടി, അത് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവരെ കൃത്യമായി, ക്രൈസ്തവർക്ക് അവിടെ ക്രൈസ്തവരെ കുറിച്ച് കൃത്യം പറയണം. നിലവിലുള്ള നിയമത്തെ ഉപയോഗിക്കാൻ, നിയമപരമായ സഹായം തേടാൻ നമ്മൾ ഇനിയും ജാഗ്രത പുലർത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പാഠം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഏതാണ്ട് ഒന്നര ആഴ്ചയോളം ബഹുമാനപ്പെട്ട ആ സിസ്റ്റർ പ്രിൻസിപ്പലിനെ വന്യമൃഗങ്ങളെക്കാൾ ക്രൂരമായി ഡിജിറ്റൽ സ്പേസിൽ ആക്രമിച്ചു. ഒരു മനസാക്ഷിയുമില്ലാത്തത്, സത്യത്തോട് ഒരു ബന്ധവും പുലർത്താത്തത്. പക്ഷേ എന്തുകൊണ്ട് ഒരു കേസ് ഇതുവരെ അവർ കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ക്രൈസ്തവ സന്യാസിനികൾ ആ ചോദ്യം ഗൗരവമായി എടുക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് കർത്താവ് ക്ഷമിക്കട്ടെ, അവർക്ക് സുബോധം ലഭിക്കട്ടെ, അവർക്ക് വെളിവുണ്ടാവട്ടെ, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ ആ പ്രാർത്ഥന മാത്രം പോരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇതുപോലെ മലീമസമാകുന്ന അന്തരീക്ഷം, മലീമസമാകുന്ന തക്കിയകൾ കൊണ്ട് മലീമസമാകുന്ന നിമിഷങ്ങളിൽ നൈയാമികമായ സഹായം തേടാൻ ക്രൈസ്തവരും പൊതുസമൂഹവും തയ്യാറാകണം എന്നുള്ളതാണ് പറയാനുള്ള മറ്റൊരു കാര്യം. വളരെ നന്ദി ഫാദർ ജോഷി മയ്യാറ്റിൽ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങ് സൂചിപ്പിച്ച ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ പള്ളുരുത്തി, അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള തിരിച്ചറിവുകൾ പൊതുസമൂഹത്തിന് നൽകുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടി പറഞ്ഞോളൂ.
ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ സ്നേഹവും സാഹോദര്യവും തിരിച്ചറിയണമെങ്കിൽ അനസ് തന്നെ മുമ്പോട്ട് വന്ന് ഈ പബ്ലിക്കിനോട് അവർ അദ്ദേഹത്തോട് ചെയ്തതെന്ത് എന്ന് പറയട്ടെ. തക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് സത്യം എന്ത് എന്ന് പറയട്ടെ. ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കാണിച്ചിട്ടുള്ള കാരുണ്യം, ആ കാരുണ്യത്തിന്റെ ഔദാര്യം അനുഭവിക്കുന്ന അനസ് അത് പബ്ലിക്കായി വന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ കൊടിയ പാപമെല്ലാം നീങ്ങും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. യെസ്, വളരെ നന്ദി അച്ഛാ. ഈ ഒരു ഘട്ടത്തിൽ ഷെക്കീന ബിഗ് ഡിബേറ്റിൽ അങ്ങ് സൂചിപ്പിച്ച ഓപ്പറേഷൻ പള്ളുരുത്തി, അതിൽ നിന്നും പൊതുസമൂഹം പാലിക്കേണ്ട ഒരു ജാഗ്രത, തിരിച്ചറിവുകളെ കുറിച്ചുള്ള അങ്ങയുടെ വിലയേറിയ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി അച്ഛാ. താങ്ക് യു.